പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. അതോർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ എത്ര അധികമായി സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ ഈ ഒരു പകൽക്കാലം കൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 2, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവർ ആകും. യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് നമുക്ക് എന്താ പ്രത്യേകത? അല്ലെങ്കിൽ ഈ വെളിച്ചം എങ്ങനെ നമ്മളിലേക്ക് വരുന്നത്? യേശു അതിന് വഴി പറഞ്ഞു തരിക. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ, എന്നിൽ ഇരുട്ടില്ല. ഈ ഭൂമിയിലെ ഇരുട്ടിനെ മാറ്റാനാണ് എൻ്റെ പിതാവ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പൊ ഞാൻ വെളിച്ചമാണ്. പക്ഷേ എന്നെ അനുഗമിക്കുന്നവർ, സ്തോത്രം, ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. അപ്പൊ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണോ, ഇരുൾ അങ്ങ് മാറിക്കോളും. ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന പല പ്രിയപ്പെട്ടവരെ ഇരുളിൽ നടക്കുന്നവരാ. ഇരുളടഞ്ഞൊരു ജീവിതം, ഇരുളിൽ നിറഞ്ഞതായ പ്രതികൂല സാഹചര്യങ്ങൾ, എങ്ങും അതെ ഒരിടത്തും കരകാണാത്ത ഒരു അനുഭവമാണ്. കടലിന്റെ നടുവിൽ അകപ്പെട്ടതായ ഒരു വള്ളത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ എങ്ങോട്ട് പോയാൽ കര കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കിട്ടുമെന്ന് നിങ്ങൾ ഇങ്ങനെ ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ്. ആ ഇരുട്ടേറിയ സാഹചര്യത്തിൽ ഒരു വെളിച്ചം നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു പ്രത്യാശ വരികയല്ലേ? യേശു കർത്താവിന്റെ ജനത്തെ കുറിച്ച് പറയുന്നു, യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ യേശു കുഞ്ഞ് എവിടാ ജനിച്ചതെന്ന് അവർക്കറിയത്തില്ല. അപ്പോഴാണ് യേശു ജനത്തിന് അവർക്കൊരു വഴികാട്ടിയാകാൻ ആകാശ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ഇരുണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ ആകാശ മണ്ഡലത്തിൽ ഒരു വെളിച്ചം പോലെ ഒരു നക്ഷത്രം ഉദിച്ചു. നക്ഷത്രം കണ്ട ഇടയന്മാർ സന്തോഷിച്ചു. അവർ ആ നക്ഷത്രത്തിന്റെ ലക്ഷ്യമാക്കി ആ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ചെയ്ത് യേശു കർത്താവിന്റെ അടുത്ത് ചെന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇരുളിൽ വെളിച്ചമായി കർത്താവ് വരുമ്പോൾ ആ വെളിച്ചം കണ്ട് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾ എത്തുന്നത് യേശു കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കും. യേശു പറയുന്നു, ഞാൻ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ എന്നെ അനുഗമിക്കുവാൻ ആർക്കാ മനസ്സുള്ളത്? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഇരുള് മാറണോ? നിങ്ങളുടെ പ്രതികൂലം മാറണോ? നിങ്ങളുടെ വിഷമം മാറണോ? നിങ്ങളുടെ കണ്ണുനീര് മാറണോ? നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഭ്രാന്തി മാറണോ? നിങ്ങൾ അനുഭവിക്കുന്ന ആ ടെൻഷൻസ് മാറണോ? നിങ്ങൾ അനുഭവിക്കുന്നതായ അതെ ഉറക്കമില്ലായ്മ മാറണോ? സ്തോത്രം. ഇതൊക്കെ ഇരുളിന്റെ അനുഭവങ്ങളാണ്. രാത്രിയിൽ നിങ്ങൾ കിടന്ന് പുളയുകയാണ് വേദന കൊണ്ട്, ഉറക്കം വരുന്നില്ല. എന്താ കാരണം? നിങ്ങളുടെ മനസ്സിനകത്ത് സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ്. മനസ്സിന് വലിയ ടെൻഷനാണ്. നിങ്ങളെ മാനസിക രോഗിയായിട്ട് പലരും മുദ്രകുത്തിയിരിക്കുക. നിങ്ങൾക്ക് എന്തോ മനോവിഭ്രമമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ അവരുടെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ജീവിച്ച് കാണിക്കണ്ടേ? യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന പകൽക്കാലം, നിങ്ങൾ എന്നെ ഒന്ന് അനുഗമിക്കൂ. ഞാൻ ലോകത്തിലേക്ക് വന്ന വെളിച്ചമാ. ആ വെളിച്ചമാകുന്ന കർത്താവിനെ അനുഗമിച്ചാൽ ഇന്ന് പകൽക്കാലം ലഭിക്കുന്നത്, ഉള്ളിൽ നടക്കാതെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ നമുക്കൊരു ജീവൻ വേണോ? യേശു കർത്താവിനെ അനുഗമിക്കുക. നമ്മൾക്കൊരു ജീവൻ വേണോ? വെളിച്ചം നമ്മളിലേക്ക് വരണം. യേശു കർത്താവിനെ ഹൃദയത്തിൽ ഒന്ന് അംഗീകരിച്ച് നിങ്ങളുടെ കുറവുകളൊക്കെ പാപങ്ങളൊക്കെ യേശുവിനോട് ഏറ്റു പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഇരുള് മാറ്റി വെളിച്ചം ദൈവം നിങ്ങൾക്ക് നൽകും. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആര് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. ഈ ലോകത്തിലുള്ളവർ ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു.
വാത്സല്യ സഹോദരി, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. കാരണം നിങ്ങൾ ഇരുളിൽ നടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം നിങ്ങളെ ഇരുളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോകത്തിന്റെ പ്രമാണങ്ങളും ലോകത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ലോകത്തിലുള്ള അതേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്ന പല പ്രാർത്ഥനകളും നിങ്ങളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന കർത്താവ് അത്രേ യേശു കർത്താവ്. ആ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് വരിക, യേശുവിനെ അനുഗമിക്കുക. ഇരുൾ മാറും, വെളിച്ചം വരും. അതേ സക്കായിയോട് യേശു പറഞ്ഞൊരു വാക്ക്, ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ യേശു വരാൻ ആഗ്രഹിക്കുന്നു. ഈ യേശുവിനെ സ്വീകരിക്കുമോ? നിങ്ങളുടെ ഇരുൾ മാറും, നിങ്ങളുടെ പ്രയാസം മാറും. ഇന്ന് പകൽക്കാലം നല്ലൊരു വെളിച്ചം നിങ്ങളിൽ ഉദിക്കട്ടെ. വെളിച്ചത്തിന്റെ നാഥനായ യേശുവിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.